ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കേട്ടോ. പറഞ്ഞു പോകുന്ന കൂട്ടത്തിലൊന്ന് പറയുന്നതാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നമ്മൾ വളരെയധികം കേട്ടൊരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്ലേറ്റ് തട്ടിയിട്ട സമയത്ത് പ്രവാചകൻ പ്രതികരിക്കാതെ അവിടെ ഇരുന്നു. എന്നിട്ട് അത് പിറക്കിയെടുത്തു. നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ട്, സ്റ്റെറോയിഡ്. നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത്, ചെറിയ എന്തെങ്കിലും, ഇപ്പോ എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോടൊന്ന് പറയാൻ, എന്താടാ നീ ഇങ്ങനെ തമാശക്ക് പറയാൻ, ഇപ്പൊ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഈ കിഡ്നിക്കടുത്തുള്ള ഒരു ഗ്രന്ഥിയാണ്, അത് സ്റ്റീറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ സിക്രീറ്റ് ചെയ്യും, അത് ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണിന്റെ പ്രത്യേകത, അത് ഒരു തവണ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ പിന്നെ അത് അവിടുന്ന് പോവില്ല. ഏതുവരെ? ആ പക, ആ പ്രതികാരം തീർക്കുന്നത് വരെ ആ ഹോർമോൺ. ശാസ്ത്രത്തിന് കണ്ടുപിടുത്താണ്, സൈക്കോളജിയാണ്. ഈ മാരേജ് കൗൺസിലേഴ്സ് ഒക്കെ ഭാര്യക്കും ഭർത്താവിനും പ്രത്യേകം അയച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബോണസ് ആയിക്കോട്ടെ, കിടന്നോട്ടെ, മനസ്സിലാക്കിയാൽ നല്ലതാണ്. അപ്പം അത് ഒരു തവണ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ പ്രതികാരം തീരാതെ ആ ഹോർമോൺ റിലീസ് ആവില്ല, അത് അവിടെ തന്നെ കിടക്കും. പലപ്പോഴും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ വീട്ടിലേക്ക് കടന്നു പോവാൻ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് എൻ്റെ പേര് വെച്ച് ഞാൻ പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് കടന്നു പോവാൻ, ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, മോളെ കുറച്ച് വെള്ളം എനിക്ക് വേണം. അവളത് കേട്ടില്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ ആ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ കുറച്ച് ഉൽപ്പാദിപ്പിച്ചു, അത് അവിടെ കിടക്കും. വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, മോളെ എനിക്കൊന്ന് ഇസ്തിരി ഇട്ടരണം, എനിക്ക് പെട്ടെന്ന് പോവാനുണ്ട്. അതും പറഞ്ഞു, ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് ഇട്ടരാം. എനിക്ക് കുറച്ച് താമസിച്ചു. എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ എൻ്റെ ശരീരത്തിൽ എന്താവും? സ്റ്റിറോയിഡ് ഹോർമോൺ തിങ്ങി നിറയും. ഇത് ഒരു ദിവസം ഔട്ട് ബേസ്റ്റ് ആവും. ഒരു ദിവസം ഈ സംഗതി എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അതിന് ചെറിയൊരു കാരണം മതി. ഇപ്പൊ ഞാൻ വീണ്ടും പോവാണ് വീട്ടിലേക്ക്, രാത്രി വീട്ടിലേക്ക് പോയി. എന്നിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, കുറച്ച് വെള്ളം വേണം. അപ്പൊ അവള് പറഞ്ഞു, ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് ഒന്നിരിക്കുക. ആ സമയത്തായിരിക്കും ഈ ഹോർമോൺ മുഴുവൻ പൊട്ടിത്തെറിക്കുക. വേറെ എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഹോർമോൺ മുഴുവൻ റിലീസാവും. ഈ ഹോർമോൺ റിലീസാകുന്ന സമയത്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ, ദിവസങ്ങളായി ആഴ്ചകളായി അടിഞ്ഞുകൂടിയ ഈ സ്റ്റിറോയിഡ് മുഴുവൻ പൊട്ടി പുറത്തേക്ക് വരും. അത് ഏത് തരത്തിലാണ് പുറത്തേക്ക് വരാം? ഓളെ ഉമ്മാനെ ചീത്ത പറയും, ഓളെ വാപ്പാനെ ചീത്ത പറയും, ഓളെ തറവാടിനെ ചീത്ത പറയും, ഓളെ നാട്ടുകാരെ ചീത്ത പറയും, ആങ്ങളമാരെ, എല്ലാവരും എന്തൊക്കെ പറയാൻ കഴിയുമോ അതൊക്കെ പറഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ എന്താവും? മുഴുവൻ റിലീസാവും. അതല്ലേ ഒരു ചീത്ത പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശാന്തത കിട്ടാണ്ടല്ലോ, എന്തോ കിട്ടിയൊരു സന്തോഷം. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടെ പോയിരിക്കും. ഈ സമയത്ത് എന്തായിട്ടുണ്ടാവും? ഭാര്യയുടെ ശരീരത്തിൽ ആവശ്യത്തിന് സ്റ്റിറോയിഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇങ്ങോട്ടും ചൊരിയും. അപ്പൊ നാട്ടിലേക്ക് വിളിച്ച് ഭാര്യ എന്താണ് പറയാ? ഉമ്മ, ഞാൻ പറഞ്ഞു 2 മിനിറ്റ് കൊണ്ട് വെള്ളം തരാം. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തരാം എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ചീത്ത പറഞ്ഞത്. വാപ്പാനെ ചീത്ത പറഞ്ഞു, ആങ്ങളമാരെ ചീത്ത പറഞ്ഞു, കൂട്ടുകാരി നാട്ടുകാരി മൊത്തം ചീത്ത പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു വാക്ക് ശരി, ഞാൻ വെള്ളം തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയും. സത്യത്തിൽ അതാണോ കാരണം? ആ വെള്ളം 2 മിനിറ്റ് കൊണ്ട് തരാമെന്ന് പറഞ്ഞതൊന്നല്ല കാരണം. കാരണം എവിടെയോ കിടക്കാൻ, കാരണം വേറെ എവിടെയോ കിടക്കാൻ. കാരണം അതൊന്നുമല്ല. കാരണം ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഹോർമോണാണ്. അതിന് ഈ പാപത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ സമയത്ത് നമ്മൾ പോലും അറിയാതെ ഉണ്ടാക്കുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിലാണ് കലാശിക്കുന്നത്. ഈ ഹോർമോണാണ് അവസാനം ഔട്ട് ബേസ്റ്റ് ആവുന്നത്. അത് അയാൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അയാൾ വേണം വെച്ച് പറയുന്നതല്ല. അത് റിലീസ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈ വോൾക്കാനിക് എറപ്ഷൻ ഒക്കെ ഉണ്ടായ പോലെ മൊത്തം പൊട്ടി പുറത്തേക്ക് വരും. അപ്പോ വീട്ടിലുള്ള ആള്, എന്താണ് വെള്ളം 2 മിനിറ്റ് കൊണ്ട് തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഓൻ്റെ അടുത്ത് ഹലാസ്, ഇനി തീർന്നു, ഇനി അവിടെ വേണ്ട, 2 മിനിറ്റ് കൊണ്ട് വെള്ളം തരാന്ന് പറഞ്ഞേക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ സത്യത്തിൽ ആ 2 മിനിറ്റ് അല്ല കാരണം. സഹോദരങ്ങൾ, ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഒരു സൈക്കോളജി, ഇത് ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്ക് ഇങ്ങോട്ടും ബാധകമാണ്. ഭാര്യമാര് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അല്ലറ ചില്ലറ പെശകുകൾ അവരുടെ ശരീരത്തിൽ സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുണ്ട്. ഈ ഒരു സൈക്കോളജി ഉണ്ടല്ലോ വളരെ ഫലവത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയുടെ മണലാരണ്യത്തിൽ അക്ഷരമറിയാതെ ജനിച്ചു വീണ വളർന്ന് മരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന് എങ്ങനെ ഇത്തരത്തിൽ ഉദാത്തമായ മാതൃകകൾ കാണിച്ചു തരാൻ സാധിച്ചു? ആയിഷ റളിയല്ലാഹു അൻഹ പാത്രം തട്ടിയിട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രതികരിച്ചത്? പ്രവാചകൻ അറിയാം
ഇതിന്റെ കാരണം ഇതല്ല, ഇതിന്റെ കാരണം കിടക്കുന്നത് മറ്റെവിടെയോ ആണ്.